കോഴിക്കോട് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ ഓണാഘോഷ പരിപാടിയുടെ ലോഗോ പ്രദർശനം. അവിടേക്ക് കയ്യിലൊരു ചിത്രവുമായി മുക്കം മണാശ്ശേരി സ്വദേശിയായ മെഹ്റോജ് എത്തി. വന്നത് വേടനെ കാണാൻ. അടുത്തെത്തിയ മെഹ്റോജ ഒരു ഫ്രെയിം വേടന് നേരെ നീട്ടി. പിന്നീട് ലോകം കണ്ടത് അതുവരെ കണ്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത ഒരു വേടനെയായിരുന്നു. ആ കണ്ണുകൾ അസ്വസ്ഥമായിരുന്നു. അമ്മയുടെ കൈകളിൽ നിന്ന് വിട്ട് ആൾക്കൂട്ടത്തിൽ ഒറ്റയ്ക്കായി പോയ ഒരു കുഞ്ഞിന്റെ പതർച്ചയുണ്ടായിരുന്നു ആ മുഖത്ത്. മരിച്ചുപോയ അമ്മയുടെ ചിത്രമായിരുന്നു മെഹ്റോജ വേടന് സമ്മാനിച്ചത്. മെഹ്റോജയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ വേടൻ ആ ചിത്രം ഹൃദയത്തോട് ചേർത്ത് വെച്ചു. വാക്കുകൾ കൊണ്ട് തീക്കാറ്റി വിതയ്ക്കുന്ന വേടന്റെ ആ ഒരു രൂപം കാണുന്നവർക്ക് പരിചിതമായിരുന്നില്ല. നൂറുകണക്കിന് ആരാധകരുടെ നടുവിൽ ആ മനുഷ്യൻ ഓർമ്മകളുടെ തീരത്ത് തനിയെ നിന്നു. 2020 കോവിഡ് കാലം. കോഴിക്കോട്ടെ മെഹ്റോജയുടെ വീട്ടിൽ 3 മാസത്തോളം വേടന്റെ അമ്മ താമസിച്ചിരുന്നു എന്നാണ് മെഹ്റോജ പറയുന്നത്. ഒരു കൂട്ടുകാരിയെ പോലെ, അടുത്ത ബന്ധുവിനെ പോലെ. മറ്റൊരു മാനവും അതിനെ കൽപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. മകൻ പാട്ടുകാരനാണെന്നും യൂട്യൂബിലൊക്കെ പാട്ടുകൾ പാടുന്നുണ്ട് എന്നും അമ്മ മെഹ്റോജയോട് അന്ന് പറഞ്ഞിരുന്നു. നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ട സമയത്ത് അമ്മയ്ക്കൊപ്പം എടുത്ത സെൽഫിയാണ് മെഹ്റോജ വേടന് നൽകിയത്. പിന്നീട് നാളുകൾ കുറെ കഴിഞ്ഞു. വാട്സാപ്പിലൂടെ ആ അമ്മയെ ബന്ധപ്പെടാൻ മെഹ്റോജ പലവട്ടം ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല. ഒടുവിൽ ആ അമ്മ മരണപ്പെട്ടെന്ന് വേടന്റെ അച്ഛനാണ് അറിയിക്കുന്നത്. 4 മാസമായി വേടന് ഈ ചിത്രം സമ്മാനിക്കാൻ കാത്തിരിക്കുകയായിരുന്നു മെഹ്റോജ. വേടന്റെ അച്ഛനാണ് മകൻ കോഴിക്കോട് വരുന്നുണ്ട് എന്നും വേദിയിൽ പോയി ചിത്രം കൊടുക്കണമെന്നും പറയുന്നത്. വേടന്റെ ഓരോ വാക്കുകളും രാഷ്ട്രീയമാണ്. അതിൽ ഏറ്റവും ശക്തമായ രാഷ്ട്രീയമായിരുന്നു അമ്മയെ പറ്റി പാടിയ വാക്കുകൾ. കോൺക്രീറ്റ് വനത്തിനോരത്തിൽ നവീന അടിമകൾ വാഴും നരകം പോലൊരു ഇടത്തിൽ എന്നെ പെറ്റല്ലോ കല്ലുപോലൊരുത്തി. അവളെ ജാഫ്നയിൽ നിന്നാരോ തുരത്തി. അവളിൻ ഉദരത്തിൽ നിന്ന് ഉരുവെടുത്തത് പരുത്തിയല്ലല്ലോ എരിക്കും തീ. ഇതായിരുന്നു അമ്മ അനുഭവിച്ച വേദനകളെയും യാതനകളെയും പറ്റി വേടൻ പറഞ്ഞത്. കല്ലുപോലൊരുത്തി തന്റെ ജീവിത യാതനകൾ സധൈര്യം നേരിട്ട മകന്റെ ആഗ്രഹങ്ങൾക്ക് ചിറകുമുളയ്ക്കണം എന്നാഗ്രഹിച്ച, അതിനുവേണ്ടി പരിശ്രമിച്ച ആ അമ്മയുടെ നിശ്ചയദാർഢ്യത്തെയാണ് വേടൻ ഇപ്രകാരം പറഞ്ഞത്. വേടന്റെ വാക്കുകൾ പലപ്പോഴും തീച്ചൂളയാകാറുണ്ട്. ആ തീച്ചൂളയിൽ കിടന്ന സംഘപരിവാർ ശക്തികൾ എരിഞ്ഞൊടുങ്ങാറുമുണ്ട്. വേടന്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നവയാണ് എന്നാണ് RSS മുഖപത്രമായ കേസരി വാരികയുടെ മുഖ്യ പത്രാധിപർ മധു ഒരിക്കൽ ഒരു പ്രസംഗത്തിനിടെ പറഞ്ഞത്. വളർന്നു വരുന്ന തലമുറയിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസം എന്നാണ് RSS നേതാവ് വേടന്റെ പാട്ടിനെ കുറിച്ച് പറഞ്ഞത്. വേടന് പിന്നിൽ രാജ്യത്തിന്റെ വിഘടനം സ്വപ്നം കാണുന്ന സ്പോൺസർമാരുണ്ട്. ആളുകൂടാൻ വേടന്റെ പാട്ട് വിൽക്കുന്നവർ നാളെ അമ്പലപ്പറമ്പിൽ ക്യാബറെ ഡാൻസും വെക്കും. ഇതൊക്കെയായിരുന്നു മധുവിന്റെ ആരോപണം. എന്നാൽ RSS നേതാവിന്റെ പരാമർശം കോമഡിയാണ് എന്നായിരുന്നു വേടൻ മറുപടി നൽകിയത്. താൻ മുൻപും ഇത്തരം വിമർശനങ്ങൾ കേട്ടിട്ടുണ്ട്. എടുക്കുന്ന ജോലി ആർക്കൊക്കെയോ കൊള്ളുന്നതിന്റെ തെളിവാണ് വിമർശനങ്ങൾ എന്നും വേടൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അതെ, കൊള്ളുന്നുണ്ട്, പലർക്കും കൊള്ളുന്നുണ്ട്. കഞ്ചാവ് കേസിൽ വേടനെ പിടികൂടിയത് ആഘോഷമാക്കിയവരുണ്ട്. വേടന്റെ വീഴ്ചയെ കണ്ട് ഊറിച്ചിരിച്ചവർ, പുലിപ്പല്ലിന്റെ ഉറവിടം അന്വേഷിച്ച് ഓടി നടന്നവർ. പ്രധാനമന്ത്രി വിമർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ദേശീയ അന്വേഷണ ഏജൻസിക്ക് പാലക്കാട് നഗരസഭയിലെ BJP കൗൺസിലർ പരാതി നൽകിയിരുന്നു. മോദിയെ കപട ദേശീയവാദി എന്ന വേടൻ അവഹേളിച്ചുവെന്നായിരുന്നു നഗരസഭാ കൗൺസിലർ മിനി കൃഷ്ണകുമാറിന്റെ പരാതി. വേടന്റെ പ്രൊമോട്ടർമാർ തീവ്ര ഇസ്ലാമിക സംഘടനകളും ഹിന്ദുവിരുദ്ധ ശക്തികൾ ആണെന്നുമായിരുന്നു ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികല ആരോപിച്ചത്. അങ്ങനെ എത്രയെത്ര സംഘപരിവാർ ആക്രമണങ്ങളെ നേരിട്ടവനും അതിജീവിച്ചവനുമാണ് വേടൻ. വിമർശനങ്ങൾ ഒരു വശത്തെ കൂടാരം കയറുമ്പോൾ മറുവശത്തെ അവൻ കൊടുമുടിയോളം ഉയരുകയായിരുന്നു. ജൻസികളും പ്രായമായവരും അവനെ ഒരുപോലെ ആഘോഷിച്ചു. അവൻ ഒറ്റയ്ക്ക് ഒരു രാഷ്ട്രീയമായി മാറി. ഒറ്റപ്പെട്ടുപോയവർക്ക്, അരികുവൽക്കരിക്കപ്പെട്ടവർക്ക്, ആരോരുമില്ലാത്തവർക്ക് ചേർത്തു പിടിക്കാൻ പറ്റിയ വാക്കുകളുടെ രാഷ്ട്രീയം കേരളത്തിന് പുറത്തും വേടനും വേടന്റെ രാഷ്ട്രീയവും ശക്തി നേടി.